സിനിമയുമായി യാതൊരു ബന്ധവുമില്ലാത്ത ഒരു ചെറുപ്പക്കാരൻ. പഠിത്തത്തിൽ മോശമായതുകൊണ്ട് സ്കൂളിൽ നിന്നും ഡ്രോപ്പ് ഔട്ടായി വേറെ ചില ജോലിക്കൊക്കെ പോകേണ്ടി വരുന്നു. കൂട്ടത്തിൽ അത്യാവശ്യം മോഡലിംഗ് ഒക്കെ ചെയ്യുന്നു. പക്ഷെ തൻ്റെ കൂടെ പഠിച്ച തൻ്റെ ഒരു ഉറ്റ സുഹൃത്ത്, ആ സുഹൃത്തിൻ്റെ അച്ഛൻ ഇന്ത്യൻ സിനിമയിലെ തന്നെ ഏറ്റവും വലിയ ഒരു ഗായകനും ഒരു നടനും ഒക്കെയാണ്. അദ്ദേഹം വഴി സിനിമയിൽ ഒരു അവസരം ലഭിക്കുന്നു, നായകനാവുന്നു. പിന്നീട് തമിഴ് സിനിമാ ലോകത്തെ ഒരു സൂപ്പർ സ്റ്റാറായി മാറുന്നു. ആ ഒരു വ്യക്തിയാണ് സൂപ്പർ സ്റ്റാർ തല എന്ന് വിളിക്കുന്ന അജിത് കുമാർ. ഇപ്പം നേരത്തെ ഞാൻ പറഞ്ഞ പോലെ സിനിമയായിട്ട് യാതൊരു ബന്ധവുമില്ലാത്ത ഒരു കുടുംബത്തിലാണ് അജിത്തിൻ്റെ ജനനം. അച്ഛൻ പാലക്കാട് അയ്യർ, അമ്മ കൊൽക്കട്ടയിലെ ഒരു സിന്ധി ഒരു കുടുംബത്തിലാണ്. അപ്പോൾ അച്ഛനും അമ്മയും അവർ ജോലിയുടെ ഭാഗമൊക്കെ ആയിട്ട് ചെന്നൈയിൽ, ശരിക്കും അജിത്ത് ജനിച്ചത് സിക്കന്ദർബാദിലായിരുന്നു. പിന്നീട് പല ജോലിയും കാര്യങ്ങളൊക്കെ ആയിട്ട് ചെന്നൈയിലോട്ടൊക്കെ വന്നിട്ടുള്ളതൊക്കെയാണ്. അപ്പോൾ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് പഠിത്തത്തിലൊക്കെ അത്യാവശ്യം മോശമായിരുന്നു. ഒരു ചേട്ടനുമുണ്ട്, ഒരു അനിയനുമുണ്ട്. അവരൊക്കെ അത്യാവശ്യം നന്നായിട്ട് പഠിക്കുന്നതാണ്. ഇന്ന് അവരാരും സിനിമയിലില്ല. ചേട്ടനും അനിയനും ഒക്കെ മറ്റ് ചില ജോലികൾ, എനിക്കൊരു IIT-യിലൊക്കെയാണ് ഒരു ചേട്ടനൊക്കെ പഠിച്ചത്. ചേട്ടൻ പഠിച്ചത് IIT-യിലേക്കായിരുന്നു. ചേട്ടൻ ജോലിയും അനിയൻ ബിസിനസ്സും അങ്ങനെയൊക്കെ ആയിട്ട് പോകുന്നു. ആരും അജിത്തിനെ പോലെ പിന്നീട് സിനിമയിലോട്ട് പോകുന്നില്ല. അങ്ങനെ 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് തന്നെ ഡ്രോപ്പ് ഔട്ട് ആവുന്നു. അപ്പോൾ അതിനുശേഷം അവിടെ ഒരു അച്ഛൻ്റെ തന്നെ ഒരു സുഹൃത്ത് വഴി ഒരു വർക്ക്ഷോപ്പിൽ, വർക്ക്ഷോപ്പിലല്ല, ശരിക്ക് ഈ എൻഫീൽഡിൻ്റെ അവരുടെ ഒരു മാനുഫാക്ചറിങ് അവിടെ ഒരു അപ്രൻറ്റിക്സായിട്ട് മെക്കാനിക്കായിട്ട് കയറുന്നു. കുറച്ച് കാലങ്ങൾ അവിടെ ഇരുന്ന് ജോലിയൊക്കെ ചെയ്യുന്നു. ആ സമയത്തായിരിക്കാം ഒരുപക്ഷെ അജിത്തിന് ഈ റേസിങ്ങിനോട്, അതിൻ്റെ വാഹനങ്ങളോടുള്ളൊരു ക്രേസ് വരുന്നതൊക്കെ ഒരുപക്ഷെ ആ ഒരു സമയത്തായിരിക്കാം. വളരെ ചെറിയ പ്രായമാണ്, ഈ പറഞ്ഞ 15 വയസ്സ് 16 വയസ്സ് ആ ഒരു പ്രായമൊക്കെ ഉള്ളൂ. പക്ഷേ ഇത് കഴിഞ്ഞിട്ട് പിന്നീട് ഒരു ഗാർമെൻറ്റ്സ് എക്സ്പോർട്ടിങ് കമ്പനിയിൽ അവിടെ ജോലിക്ക് കയറുന്നു. അപ്പോൾ അച്ഛന് തന്നെ കുറച്ചും കൂടി ഒരു ബെറ്റർ ആയിട്ടുള്ള ഒരു ജോലിയിലോട്ട് അദ്ദേഹത്തിനെ കൊണ്ടിരുത്തണമെന്നായിരുന്നു. അവിടുന്ന് അച്ഛൻ എന്തായാലും ഒരു വേവലാതി ഉണ്ടാവും. അങ്ങനെ അവിടെ കയറുന്നു. അവിടെയാണ് സെയിൽസിലായിരുന്നു കൂടുതൽ ജോലി. പിന്നീട് ഒരുപാട് പേരായിട്ട് ഇൻട്രാക്ട് ചെയ്യാനും ഒക്കെ പറ്റിയാണ്. എനിക്കൊണ്ട് ഒരുപാട് യാത്രകൾ അജിത്തിന് അതുവഴി ലഭിച്ചിട്ടുണ്ട്. അങ്ങനെയാണ് അജിത്തിൻ്റെ ലാംഗ്വേജ് സ്കിൽസും ആ ഒരു കുറച്ചും കൂടിയും ഒരു കോൺഫിഡൻസ് ഒക്കെ, പിന്നീട് ഒരു സ്ക്രീനിനൊക്കെ ഫേസ് ചെയ്യാനുള്ള ഒരു കോൺഫിഡൻസ് ഒക്കെ വന്നത് ഒരുപക്ഷെ ആ ഒരു സെയിൽസ് ജോബിലൂടെ ആയിരിക്കാം. ഇത് കഴിഞ്ഞിട്ട് പിന്നീട് കുറച്ച് ഫ്രണ്ട്സിനെയൊക്കെ ചേർന്ന് ഈ ഒരു ഗാർമെൻറ്റ്സിൻ്റെ ചെറിയൊരു എക്സ്പോർട്ട് ബിസിനസ്സൊക്കെ സ്റ്റാർട്ട് ചെയ്തു. പക്ഷേ ബിസിനസ് തനിക്ക് പറ്റിയ പണിയല്ല എന്നുള്ളത് പിന്നീട് അജിത്ത് മനസ്സിലാക്കിയിട്ടുണ്ടാവും. ആ ഒരു ബിസിനസ് ഒരു പൂട്ടിക്കെട്ടുന്ന ഒരു അവസ്ഥയാണ് ഉണ്ടായത്. ബിസിനസ് ഒന്നും വിജയിച്ചില്ല. ഇത് കഴിയുന്ന സമയത്താണ്, ഏകദേശം ഈ ഒരു ബിസിനസ്സൊക്കെ പൊളിഞ്ഞിരിക്കുന്ന സമയത്തും ആ പാരലായിട്ട് തന്നെ അജിത്ത് മോഡലിംഗ് ഒക്കെ ചെയ്യാൻ തുടങ്ങിയിരുന്നു. അപ്പോൾ അന്ന് അജിത്തിനെ കാണാനൊക്കെ, പിന്നീട് അജിത്തിനെ നായകനാക്കിയ ഒരു സംവിധാനം പറഞ്ഞിട്ടുണ്ട്. അന്ന് ആമീർ ഖാനൊക്കെ സിനിമയിൽ വന്ന ഒരു സമയമാണ്. അപ്പോൾ ഒരു ആമീർ ഖാൻ്റെ ലുക്കിലുള്ള ഒരു തമിഴ് നടൻ എന്നുള്ള രീതിയിലായിരുന്നു അന്നൊരു അട്രാക്ഷൻ. ആദ്യം അജിത്തിനോട് ഉണ്ടായിരുന്ന ഒരു അട്രാക്ഷനൊക്കെ പിന്നീട് അജിത്തിനെ നായകനാക്കിയ സംവിധായകനൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്തായാലും അന്ന് ചെറിയ രീതിയിൽ മോഡലിംഗ് ഒക്കെ ചെയ്തിരുന്നു. അപ്പോൾ PC ശ്രീരാം, പിന്നീട് അറിയപ്പെടുന്ന ഡയറക്ടറും ക്യാമറാമാനൊക്കെ മാറിയ PC ശ്രീരാം അന്ന് ആഡ്സ് ഒക്കെ ചെയ്യുന്ന സമയത്തൊക്കെ അജിത്തിനെ കണ്ടു, അജിത്തിനെ പരിചയപ്പെട്ടു. എന്നിട്ട് എനിക്ക് തോന്നുന്നു അദ്ദേഹം അജിത്തിനെ മോട്ടിവേറ്റ് ഒക്കെ ചെയ്തിട്ടുണ്ട്. എവിടെയോ ഒരു ആക്ടിങ് സ്കിൽസിൻ്റെ, ഒരു ഹീറോ ആവാനുള്ള ഒരു ലുക്ക് ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഈ ഒരു സമയത്ത് തന്നെയാണ് ഏകദേശം 88 ശരിക്കും 88 ഷൂട്ട് ചെയ്തൊരു സിനിമയുണ്ട്, എൻ വീട് എൻ കണവർ എന്ന് പറയുന്നൊരു സിനിമ. അതിൽ സുരേഷും നാദിയ മൊയ്തുമായിരുന്നു അതിലെ ലീഡ് റോൾ ചെയ്തത്. ആ ഒരു സിനിമയിൽ ഒരു സ്കൂൾ കുട്ടിയായിട്ട് ഒരു പാട്ട് സീനിൽ അജിത്ത് അഭിനയിച്ചിട്ടുണ്ട്. പക്ഷേ ഈ സിനിമ ഷൂട്ടിങ്ങിൻ്റെ കുറച്ച് ഡിലേ ഒക്കെ വന്നു. ഏകദേശം 88 തന്നെ സെൻസറൊക്കെ കഴിഞ്ഞ സിനിമയാണ്. പക്ഷെ അത് റിലീസായത് 1990-ലാണ്, 90-ലാണ് സിനിമ റിലീസായത്. അതുകൊണ്ട് നമുക്കത് അജിത്തിൻ്റെ ആദ്യത്തെ സിനിമ എന്ന് പറയാൻ പറ്റുമെന്ന് അറിയില്ല. പക്ഷേ അജിത്ത് ആദ്യമായിട്ട് ഒരു സിനിമയിൽ ഒരു ഷോട്ടെങ്കിലും വരുന്നത് ഈ പറഞ്ഞ എൻ വീട് എൻ കണവർ എന്ന് പറയുന്ന ഒരു സിനിമയിലാണ്. ഇത് കഴിഞ്ഞിട്ടാണ് അജിത്തിന് ശരിക്കുള്ള ഒരു നായകനായിട്ടുള്ള ഒരു എൻട്രി. അത് ഞാൻ വീഡിയോയുടെ തുടക്കം പറഞ്ഞ പോലെ ആത്മസുഹൃത്ത്, അജിത്തിൻ്റെ ആ ആത്മസുഹൃത്താണ് SBB ചരൺ. SBB ചരൺ ഗായകനും നടനൊക്കെയാണെന്ന്. അദ്ദേഹത്തിൻ്റെ അച്ഛൻ SP ബാലസുബ്രഹ്മണ്യം. അദ്ദേഹം വലിയൊരു ഗായകനും ഇന്ന് അദ്ദേഹം നമ്മളോടൊപ്പം ഇല്ല. അദ്ദേഹം അത്യാവശ്യം അറിയപ്പെടുന്ന ഒരു നടനും കൂടിയായിരുന്നു. അത് കേളടി കൺമണി പോലത്തെ ഒരുപാട് സിനിമകളിലൊക്കെ നായകതുല്യമായിട്ടുള്ള റോളുകൾ ചെയ്തിട്ടുള്ള വ്യക്തിയാണ്. അപ്പോൾ അന്ന് പ്രേമ പുസ്തകം എന്ന് പറയുന്ന ഒരു സിനിമ, ഒരു തെലുങ്ക് സംവിധായകൻ്റെ ഒരു സിനിമ, ആ ഒരു സിനിമയിലോട്ട് പുതുമുഖങ്ങൾ തേടുന്നു എന്ന് പറഞ്ഞപ്പോൾ അന്ന് അജിത്തിനെ റെഫർ ചെയ്തത് SPB ആണ്. അങ്ങനെയാണ് അജിത്ത് ആ ഒരു സിനിമയിലെ SPB വഴി ആ ഒരു സിനിമയുടെ ഭാഗമാകുന്നത്. അന്ന് അജിത്തിൻ്റെ നായികയായിരുന്നത് കാഞ്ചൻ എന്ന് പറയുന്ന ഒരു നായികയായിരുന്നു. ആ നായികയെ നമുക്ക് മലയാളികൾക്കറിയാം, ഗാന്ധർവം എന്ന് പറയുന്ന സിനിമയിൽ മോഹൻലാലിൻ്റെ നായികയായിട്ട് നമ്മൾ കണ്ടിട്ടുണ്ട്. അതിനുശേഷം ഒരു വേറെ മലയാളം സിനിമയൊന്നും ചെയ്തിട്ടില്ല. അപ്പോൾ ആ ഒരു സിനിമ ഷൂട്ട് ശരിക്കും തുടങ്ങി കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ അതിൻ്റെ ഡയറക്ടർ മരണപ്പെടുകയാണ്. എനിക്കൊന്നും എന്തോ ഒരു ആക്സിഡൻറ്റ് സംഭവിച്ചത് ഭാഗമായിട്ട് മരണപ്പെട്ടു.
പിന്നീട് ആ ഡയറക്ടറുടെ അച്ഛൻ, അതായത് ആ ഡയറക്ടർ ആദ്യത്തെ സിനിമയായിരുന്നു, അദ്ദേഹത്തിന്റെ അച്ഛൻ അറിയപ്പെടുന്ന ഡയറക്ടറാണ്. അച്ഛൻ ഗോലപ്പൊടി മാരുതി റാവു എന്ന് പറഞ്ഞ ഡയറക്ടറാണ്. അദ്ദേഹം തന്നെ ആ ഒരു സിനിമ പിന്നീട് തീർക്കുകയാണ് ഉണ്ടായത്. ആ ഒരു സിനിമ അതൊരു ക്യാമ്പസ് സിനിമ എന്ന് വേണമെങ്കിൽ പറയാം. അതായത് ഒരു ക്യാമ്പസിലെ ഒരു യുവാവും യുവതിയും അവർ പ്രണയിക്കുന്നു. അവർ കല്യാണം കല്യാണം കഴിക്കാൻ ശ്രമിക്കുന്നത്, പിന്നീട് ഒരു ട്രാജഡി ഇവരുടെ ലൈഫിൽ സംഭവിക്കുന്നു. അങ്ങനെയുള്ള ആ കാലഘട്ടത്തിൽ ഇറങ്ങിയ ഒരുപാട് സിനിമകളുടെ ഒരു കഥ പോലെ തന്നെയായിരുന്നു ആ സിനിമ. പക്ഷെ തിയേറ്ററിൽ ഇറങ്ങാൻ കുറച്ച് വൈകി എന്നുള്ളത്. അതായത് 92-ലാണ് ആ ഒരു സിനിമയുടെ ഷൂട്ടും കാര്യങ്ങളും നടക്കുന്നത്. പക്ഷെ ആ ഒരു സിനിമ കുറച്ച് വൈകിട്ട് 93-ലാണ് റിലീസായത്. പക്ഷെ ആ ഒരു സിനിമയുടെ റിലീസിന് മുമ്പ് തന്നെ അജിത്തിന് മറ്റൊരു സിനിമ കിട്ടി. അതായിരുന്നു അമരാവതി എന്ന് പറയുന്ന ഒരു സിനിമ. ശരിക്കും അമരാവതി ഇതുപോലെ തന്നെ അതിൻ്റെ സംവിധായകൻ്റെ, അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ സിനിമ തലേവാസൽ എന്നായിരുന്നു സിനിമയുടെ, സെൽവ എന്ന് പറയുന്ന സംവിധായകൻ. അദ്ദേഹം ഒരു സീരിയലൊക്കെ ഡയറക്റ്റ് ചെയ്ത് അത്യാവശ്യം ഒരു ഭയങ്കരമായിട്ട് കഴിവുള്ള ഒരു സംവിധായകനാണ്. സീരിയൽ മേഖലയിൽ ഭയങ്കരമായിട്ട് എസ്റ്റാബ്ലിഷ്ഡ്, എല്ലാ സിനിമ ഇൻഡസ്ട്രിയിലോട്ട് ഭയങ്കര പ്രതീക്ഷയോട് കടന്ന ഒരു സംവിധായകനാണ്. അപ്പോൾ തലേവാസൽ എന്ന് പറയുന്ന ഒരു സിനിമ അദ്ദേഹത്തിൻ്റെ ഭയങ്കരമായിട്ട് വിജയിച്ച സിനിമയാണ്. അതിൽ ഒരു വേഷം ചെയ്ത വിജയ് എന്ന് പറഞ്ഞ നടൻ, പിന്നീട് തലേവാസൽ വിജയന്മാർ നമുക്കൊക്കെ മലയാളികളൊക്കെ അദ്ദേഹത്തിന് മലയാള സിനിമകളിലും കണ്ടിട്ടുണ്ട്. അതിലൊരു പ്രധാന വേഷം ചെയ്തിരുന്നത് SPB ആയിരുന്നു. അപ്പോൾ SPBയുമായിട്ട് ഡയറക്ടർക്ക് നല്ല ബന്ധമുണ്ട്. അപ്പോൾ അദ്ദേഹം അമരാവതി എന്ന് പറഞ്ഞാൽ അദ്ദേഹം അടുത്തത് ചെയ്യാൻ പോകുന്ന ആ ഒരു സിനിമയുടെ കഥ സംസാരിക്കുന്നു. ഒരു പുതുമുഖങ്ങളെയാണ് എന്ന് പറഞ്ഞു. അപ്പോൾ അതിൻ്റെ ഷൂട്ടും കാര്യങ്ങളൊക്കെ ഫിക്സ് ചെയ്ത് ഷൂട്ട് തുടങ്ങി ആദ്യത്തെ ദിവസം അതോ അതിൻ്റെ ഒരു റിഹേഴ്സൽ പോലെ ഒരു ടെസ്റ്റ് ഷൂട്ട് നടന്നപ്പോൾ അന്ന് ഇവർ പ്ലാൻ ചെയ്ത ആ പുതുമുഖ നായകൻ എന്തോ ഒരു ക്യാമറ ഫിയർ വരുന്ന പോലെ, അല്ലെങ്കിൽ ആ നായകൻ സംവിധായകന് തൃപ്തി വരുന്നില്ല നായകൻ അഭിനയിക്കുന്നത് കണ്ടിട്ട്. അപ്പോൾ ആ ഒരു നായകൻ പോലെ മറ്റൊരു നായകനെ നോക്കാം എന്ന് പറഞ്ഞപ്പോഴാണ് ആ സമയത്ത് SPB തന്നെയാണ് പറഞ്ഞത്, എൻ്റെ ഒരു പരിചയത്തിലൊരു പയ്യനുണ്ട്, ഇപ്പോൾ പ്രേമപുസ്തകം എന്ന് പറഞ്ഞ തെലുങ്ക് സിനിമയിൽ അഭിനയിച്ചിരിക്കുന്ന, ഇറങ്ങിയിട്ടില്ല, അതിലെ സീൻസ് ഞാൻ കണ്ടു, നന്നായി അഭിനയിക്കുന്നത് പറഞ്ഞപ്പോഴാണ് അജിത്തിനെ ഓഫീസിലോട്ട് കൊണ്ടുവരുന്നതും അപ്പോൾ അജിത്തിനെ ടെസ്റ്റ് ചെയ്യുന്നതും അങ്ങനെയാണ് അജിത്തിനെ നായകനാക്കുന്നത്. അപ്പോൾ ഈ ഡയറക്ടറാണ് പറഞ്ഞത് അജിത്തിനെ അന്നത്തെ ഒരു ആമീർ ഖാൻ ലുക്കിലുള്ള ഒരു ചെറുപ്പക്കാരനായിട്ട് തോന്നി. വളരെ ചെറുപ്പം, 21 22 വയസ്സോ അന്ന് അജിത്തിന് പ്രായമുള്ളൂ. അപ്പോൾ അന്ന് ആദ്യം ഒരു തെലുങ്ക് സിനിമ അഭിനയിച്ചു, ആ തെലുങ്ക് സിനിമ ഇറങ്ങിയില്ല. അതിന് മുമ്പ് തന്നെയാണ് അജിത്തിന് അമരാവതി എന്ന് പറയുന്ന ഒരു സിനിമയിൽ അവസരം ലഭിക്കുന്നത്. അപ്പോൾ ഈ പറയുന്ന അമരാവതിയിൽ അജിത്തും സംഘവി എന്ന് പറയുന്ന ഒരു നായികയാണ്. അവർ മലയാള സിനിമകളിലൊക്കെ അഭിനയിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ അജിത്ത് അതിൽ അഭിനയിക്കാൻ തുടങ്ങിയതിനെ കുറിച്ചും ഡയറക്ടർ പറഞ്ഞിട്ടുണ്ട്. അജിത്ത് വരുന്നു. അപ്പോൾ അജിത്ത് ആദ്യം വന്നപ്പോൾ അജിത്ത് ഒരു പുതിയൊരു നായകനായതുകൊണ്ട് അജിത്തിന് അത്ര കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള സീൻസ് ഒന്നും കൊടുക്കാതെ ഇവരുടെ ഒരു ഫ്രണ്ട്സ് കൂട്ടായ്മയുടെ ഒരു സിനിമയാണ്. അപ്പോൾ ഒരു ഫ്രണ്ട്സിലായിട്ടുള്ള ചാർലി പോലത്തെ നടനൊക്കെയാണ് അതിൽ അഭിനയിച്ചിട്ടുള്ളത്, സുഹൃത്തുക്കളായിട്ട്. അപ്പോൾ അവരായിട്ടുള്ള ഒരു കോമ്പിനേഷൻ സീൻസും അതിന് ചില സീനുകളൊക്കെ തുടങ്ങി അജിത്തിനെ വെച്ച് ചെയ്തു. പക്ഷെ ഇവർക്ക് മനസ്സിലായി അജിത്തിന് അങ്ങനെ ഒരു ക്യാമറ ഫിയർ ഇല്ല. കാരണം ഓൾറെഡി അജിത്ത് മോഡലിംഗിന് വന്നാണ്, പിന്നീട് ഓൾറെഡി ഒരു സിനിമ ചെയ്ത ആളാണ് നായകനായിട്ട്. അപ്പോൾ അതുകൊണ്ടൊരു ക്യാമറ ഫിയർ ഇല്ല, എല്ലാം ഗ്രാസ്പ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അതുകൊണ്ട് പെട്ടെന്ന് ഇവർ ട്രാക്കിലോട്ട് കയറി ഇവരൊക്കെ ആയിട്ട് സിങ്കായി. അങ്ങനെയാണ് പിന്നീട് ആ ഒരു ഷൂട്ട് ചെയ്തത്. അപ്പോൾ ആ ഒരു സമയത്തും ഇന്ന് ആ സിനിമ കാണുന്നവർക്ക് അറിയാം, നിങ്ങൾ നമ്മൾ കണ്ടു നോക്കിയാൽ അറിയാം, അതിൽ ചില ബൈക്ക് സീൻസ്, ചില ബൈക്കിലുള്ള ചില ഗിമ്മിക്കുകളൊക്കെ അജിത്ത് കാണിക്കുന്നുണ്ട്. അത് അജിത്തിന്റെ താല്പര്യം കൂടിയും ഇവർ മനസ്സിലാക്കി. അജിത്ത് അന്ന് പറഞ്ഞത് എനിക്ക് വലിയൊരു റേസർ ആവാനാണ് താല്പര്യം, എനിക്ക് നടൻ എന്നുള്ള ഉപരി റേസിംഗ് ആണ് എൻ്റെ ഫാഷൻ എന്ന് അന്നേ അജിത്ത് പറഞ്ഞു. ഇന്ന് നമുക്കറിയാം അജിത്ത് എവിടെ എത്തി നിൽക്കുന്നു, ഇന്നൊരു റേസിംഗിൽ അജിത്ത് ഏത് ലെവലിൽ എത്തി നിൽക്കുന്നു എന്നും നമുക്കറിയാം. അപ്പോൾ അന്ന് അങ്ങനെയാണ് അജിത്ത് ആ ഒരു സിനിമയിൽ പറഞ്ഞ. അജിത്ത് വളരെ മനോഹരമായിട്ട് ആ ഒരു സിനിമ ചെയ്തു. ആ ഒരു സിനിമ തിയേറ്ററിൽ ഇറങ്ങി. ആ സിനിമ ഭയങ്കര ഹിറ്റുമായി, ഭയങ്കര അഭിപ്രായം കിട്ടിയ ഒരു സിനിമ തന്നെയാണ്. അപ്പോൾ ഈ ഒരു സിനിമ റിലീസായ ശേഷമാണ് പ്രേമപുസ്തകം ഇറങ്ങിയത്. പക്ഷേ ഇതിന് ശേഷം പ്രേമപുസ്തകം എന്ന തെലുങ്ക് സിനിമയ്ക്ക് ശേഷം അജിത്ത് മറ്റൊരു തെലുങ്ക് സിനിമ ചെയ്തിട്ടില്ല. ഇതുവരെ ചെയ്ത ഒരേ ഒരു തെലുങ്ക് സിനിമയാണ്, അത് അജിത്തിന്റെ കരിയറിലെ നായകനായ ആദ്യത്തെ സിനിമയായിരുന്നു. അതിനുശേഷം അമരാവതി ചെയ്യുന്നു. അമരാവതി കഴിഞ്ഞിട്ട് പിന്നീട് അത് മറ്റൊരു കാര്യം, അമരാവതിയുടെ ഷൂട്ട് കഴിഞ്ഞ് എൻ്റെ പോസ്റ്റ് പ്രൊഡക്ഷൻ നടക്കുന്ന സമയത്ത് അജിത്തിന് ഒരു ആക്സിഡന്റ് സംഭവിച്ചു. ആ ആക്സിഡന്റ് സംഭവിച്ചിട്ട് അജിത്ത് ഇതേപോലെ തന്നെ റേസുമായി ബന്ധപ്പെട്ട് ഒരു ആക്സിഡന്റ് സംഭവിച്ചിട്ട് അജിത്ത് ഒരു ഏകദേശം 1.5 വർഷത്തോളം ബെഡ് റിഡൺ ആയിരുന്നു. കുറേ ട്രീറ്റ്മെന്റും സർജറിയൊക്കെ കഴിഞ്ഞ് അതിന് അജിത്തിന് ഡബ് ചെയ്യാൻ പറ്റിയിട്ടില്ല. അന്ന് അജിത്തിന് ഡബ് ചെയ്തത്, ഇന്ന് ആ സിനിമയാണ് നമുക്ക് മനസ്സിലാവും, അത് വിക്രമാണ്. വിക്രം ഒരുപാട് പേർക്ക് ഡബ് ചെയ്തിട്ടുണ്ട്. അജിത്തിന് എനിക്കൊന്ന് വേറെയും ഒരു സിനിമയിൽ അജിത്തിന് ഡബ് ചെയ്തിട്ടുണ്ട് തോന്നുന്നു. എന്തായാലും അമരാവതിയിൽ അജിത്തിന് ഡബ് ചെയ്തു, പിന്നീട് വിനീതിന് ഡബ് ചെയ്തിട്ടുണ്ട്, അബ്ബാസിന് ഡബ് ചെയ്തിട്ടുണ്ട്, പ്രഭുദേവയ്ക്ക് ഡബ് ചെയ്തിട്ടുണ്ട്, വിക്രം ഒരുപാട് പേർക്ക് ഡബ് ചെയ്തിട്ടുണ്ട്. വിക്രം അന്ന് നടനും കൂടിയാണ്, പക്ഷെ സ്ട്രഗ്ലിംഗ് ആക്ടർ ആയതുകൊണ്ട് ഡബിങ് ആർട്ടിസ്റ്റ് കൂടി വർക്ക് ചെയ്തിട്ടുണ്ട്. എന്തായാലും അമരാവതി കഴിഞ്ഞ ശേഷം അജിത്ത് പിന്നീട് ചെറിയ കുറച്ച് സിനിമകളൊക്കെ കഴിഞ്ഞ് പിന്നീട് ഒരു 95 എത്തി ആസൈ എന്ന് പറയുന്ന ഒരു സിനിമയിലൂടെയാണ് പിന്നീട് അജിത്ത് വലിയ ഒരു റൊമാൻറ്റിക് ഹീറോയി മാറി. നമ്മൾ ആസൈ എന്ന് പറയുന്ന സിനിമയുടെ ഡയറക്ടർ ചെയ്ത് നേർക്കുനേർ എന്നുള്ള സിനിമയും, അതിലൂടെ അജിത്തിനെ കാസ്റ്റ് ചെയ്ത് അജിത്ത് റിജക്ട് ചെയ്ത ശേഷം അതിലോട്ട് സൂര്യ വന്നതിനെ കുറിച്ച് നമ്മൾ മറ്റൊരു എപ്പിസോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കാണാത്തവർക്ക് ആ എപ്പിസോഡ് കാണാം. സൂര്യയുടെ സിനിമയിലോട്ടുള്ള എൻട്രി കുറിച്ചായിരുന്നു ആ ഒരു എപ്പിസോഡ്. എന്തായാലും
അമരാവതി എന്ന് പറഞ്ഞ സിനിമയുടെ ഡയറക്ടറായിട്ടും അജിത്ത് പിന്നീട് ഒരിക്കലും വർക്ക് ചെയ്തിട്ടില്ല. പക്ഷേ അതൊരിക്കലും ഒരു ഉടക്കോ കാര്യങ്ങളൊന്നുമല്ല. കാരണം ആ ഒരു ഡയറക്ടറും ഒരു ഇന്റർവ്യൂവിൽ ഈ കുറച്ച് കാലം മുമ്പ് 2-3 വർഷം മുമ്പത്തെ ഇന്റർവ്യൂവിൽ അദ്ദേഹം പറഞ്ഞിരുന്നു, ഞാൻ ചെയ്യുന്ന സിനിമകളുടെ ഒരു പാറ്റേണിലല്ല പിന്നീട് അജിത്ത് ട്രാവൽ ചെയ്തത്. അജിത്തിനായിട്ട് ഞാൻ കുറച്ച് സിനിമകൾ ചർച്ച ചെയ്തിരുന്നു, പക്ഷെ പല കാരണം കൊണ്ടും നടന്നില്ല. പിന്നീട് കിരീടം എന്ന് പറയുന്ന സിനിമ, അത് നമ്മുടെ തന്നെ കിരീടത്തിന്റെ റീമേക്കാണ്. ആ ഒരു സിനിമ ശരിക്കും ഇദ്ദേഹം ഡയറക്റ്റ് ചെയ്യേണ്ടതായിരുന്നു. പക്ഷേ ഇദ്ദേഹത്തിന് ആ സമയത്ത് വേറൊരു സിനിമയുടെ കമ്മിറ്റ്മെന്റോട് ചെയ്യാൻ പറ്റില്ല. ഇന്ന് പക്ഷേ ഞാൻ അജിത്തിനെ വെച്ചൊരു സിനിമ നോക്കുന്നത്, കാരണം അദ്ദേഹം ചെയ്യുന്ന സിനിമകൾ കൊച്ചു കൊച്ചു സിനിമകളൊക്കെയാണ്. അജിത്ത് ഇന്ന് വേറൊരു വലിയൊരു കമേഴ്ഷ്യൽ സൂപ്പർ സ്റ്റാർ മാറി. അതുകൊണ്ട് അജിത്തിന്റെ ഒരു ഇമേജിന് പറ്റിയ ഒരു സിനിമകൾ ഉണ്ടാക്കാൻ എനിക്ക് ബുദ്ധിമുട്ടായതുകൊണ്ടാണ്, വേറെ ഒരു കുഴപ്പം അജിത്തിനായിട്ടില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. എന്തായാലും ഇങ്ങനെയായിരുന്നു അജിത്തിന്റെ സിനിമയിലുള്ള എൻട്രി. ഒരു നെപ്പോ കിഡ്, നമുക്കറിയാം നെപ്പോ കിഡ്സ് ആണ് കൂടുതൽ, അന്യഭാഷയിലൊക്കെ കൂടുതൽ നെപ്പോ കിഡ്സ് ആണ്, കഴിവുകൊണ്ട് തന്നെയാണ്. പക്ഷെ അവരുടെയൊക്കെ അച്ഛനോ അമ്മാവനോ ആരെങ്കിലൊക്കെ സിനിമയിൽ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും. പക്ഷെ ഈ പറഞ്ഞ വിജയും സൂര്യയും ഇവൻ വിക്രമ പോലും ഒരു സിനിമാ കുടുംബമാണ് ശരിക്കും. വിക്രമിന്റെ അച്ഛൻ സ്ട്രഗ്ലിംഗ് ആക്ടറായിരുന്നു. വിക്രമിന്റെ അമ്മാവൻ ത്യാഗരാജൻ, പ്രശാന്ത് ഫസ്റ്റ് കസിൻ ആണ്. പക്ഷെ അവരൊന്നും ഒരു ഹെൽപ്പ് ചെയ്തിട്ടൊന്നും അല്ല വിക്രം അത്. എങ്കിൽ പോലും ഞാൻ പറയുകയാണ്, ഒരു സിനിമ കുടുംബവുമായി ബന്ധമില്ലാത്തൊരു അജിത്താണ് പിന്നീട് ഒരു സൂപ്പർ സ്റ്റാർ ആയിട്ട് ആ ഒരു ജനറേഷനിൽ മാറിയ ഒരു നടന്മാരിൽ ഒന്ന്. എന്തായാലും അമരാവതി എന്ന് പറയുന്ന സിനിമ, പ്രേമപുസ്തകം സിനിമ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കാണുക, എന്നിട്ട് നിങ്ങൾ അതിനെക്കുറിച്ച് അഭിപ്രായം നമ്മളോട് പറയുക.